അതായത് ഇപ്പോൾ ഞാനിപ്പോഴേ നമുക്കറിയാം ഇപ്പോൾ റബ്ബർ തോട്ടം ഒരു റബ്ബർ തോട്ടമാണ് കേട്ടോ. ഇത് നിങ്ങൾ റബ്ബർ തോട്ടം കണ്ടോ? ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ആയിരക്കണക്കിന് റബ്ബർ തോട്ടം ഉണ്ടല്ലോ. ചെറുകിട കച്ചവടക്കാർ അല്ല കർഷകരുണ്ട്, വലിയ വലിയ തോട്ടങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഞാനേ ഇപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്, നമ്മൾ ചേട്ടൻ്റെ പേരാണ് പാപ്പച്ചൻകുട്ടി. ചേട്ടൻ എവിടെ താമസിക്കുന്നത്? അടുത്ത സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. വഞ്ചിയപ്പാറ. അത് നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങാല് പഞ്ചായത്തിലെ വഞ്ചിയപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് 7-ാം വാർഡാണ് തോന്നുന്നേ. 8-ാം വാർഡ്. 8-ാം വാർഡിൽ തിരഞ്ഞെടുക്കുന്ന പാപ്പച്ചൻ ചേട്ടനാണ്. അദ്ദേഹം എത്ര വർഷമായിട്ട് ടാപ്പിംഗ് തുടങ്ങിയിട്ട്? 30 വർഷമായി. ഈ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ടാപ്പിങ്ങിന് എത്ര പൈസയായിരുന്നു ഒരു റബ്ബറിന്? ഞാൻ തുടങ്ങുമ്പോൾ 25 പൈസയേ ഉണ്ടായിരുന്നു. 25, അത് കഴിഞ്ഞ് 50, അങ്ങനെ തുടർന്ന് 75, അങ്ങനെ 1 രൂപയായി. അത് കഴിഞ്ഞൊരു 2000 വർഷം ആയപ്പോഴത്തേന് 2000 മേലായപ്പോഴത്തേന് അത് 1.5 രൂപയായി. 1.5 രൂപ. ഒരു റബ്ബർ വെട്ടി പാലെടുക്കുന്നതിനാണോ? പാലെടുത്ത് ഷീറ്റ് അടിക്കുന്നത്. ഓക്കെ. പാലടിക്കിട്ട് ഇപ്പം എത്ര നമുക്കിത്? ഇപ്പം നമുക്ക് 2.5 രൂപ രാവിലെ എത്ര മണിക്കാണ് പരിപാടി? നമ്മൾ ടാപ്പിംഗ് 5 മണിയാകുമ്പോൾ ഇറങ്ങും. അപ്പം ഇത് ലൈറ്റൊക്കെ വെച്ചാണോ അതോ? വെട്ടുന്നത്. അപ്പം എത്ര മണിക്ക് പരിപാടി തീരും നമ്മുടെ? ശരാശരി കറയെടുത്ത് അടിച്ചൊഴിച്ച് എങ്ങനെയാണെങ്കിലും 12 മണിയാകും. അപ്പോൾ ഒരു ദിവസത്തെ നമുക്കൊരു 8 മണിക്കൂർ ഒരു ദിവസത്തെ ഇപ്പം ജോലി എത്ര വർഷമായിട്ട് ചെയ്യുന്നത്? ഇപ്പം തന്നെ 30 വർഷമായി. അപ്പോൾ ഇതാണ് പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മൾ റബ്ബർ മേഖലയിൽ പണിയെടുക്കുന്ന, അത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ടാപ്പിംഗ് നടത്തുന്ന തൊഴിലാളികളെ പറ്റിയുള്ള വിവരണമാണ് ഞാനിപ്പം നിങ്ങളുടെ ഈ വീഡിയോയിൽ നോക്കി കാണിച്ചത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.